മലപ്പുറത്ത് കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കരുവാരക്കുണ്ട് സ്വദേശി ഏലിയ എമ്മയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, ഇതിനു മുമ്പും ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ഉച്ചയ്ക്ക് ശേഷമാണ് ദേവിക ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഇവർ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ആ സമയത്താണ് കാട്ടുപന്നി റോഡിൽ നിന്നും ആക്രമിച്ചത്. പിന്നീട് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പിന്നീട് വിട്ടയക്കുകയായിരുന്നു ഉള്ളത്. ഈ ഭാഗത്ത് നിലമ്പൂരും സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ വലിയ രീതിയിൽ കാട്ടുപന്നിയുടെയും അതോടൊപ്പം തന്നെ കാട്ടാന, മറ്റ് വന്യജീവികളുടെയും എല്ലാം തന്നെ ശല്യം വ്യാപകമായി തന്നെ ഉണ്ട്. മുൻപ് പലതവണ കാട്ടാന ആക്രമണത്തിൽ ഇവിടെ നിരവധി പേർ മരിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ 2 മാസം മുമ്പ് മണി, അതോടൊപ്പം തന്നെ സരോജിനി അടക്കമുള്ള അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരുന്നു. ഇത്തരത്തിൽ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂരിന് സമീപമുള്ള ഈ പ്രദേശം. കരുവാരക്കുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് കരുളായി പഞ്ചായത്ത് അടക്കമുള്ള ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ ഇതുവരെ വനം വകുപ്പ് തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പരിഹാര നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു ആക്രമണം കാട്ടുപന്നിയും അതോടൊപ്പം തന്നെ മറ്റ് കാട്ടാനയും അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഏലിയാമ്മയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? ഗുരുതരമൊന്നും അല്ലല്ലോ, തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായും ഏലിയാമ്മയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. അവരെ ആദ്യം നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്ക് ശേഷം പിന്നീട് ഉച്ചയ്ക്ക് അല്പസമയം മുൻപ് അവരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നിലവിൽ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ വന്യജീവി ആക്രമണം നിരന്തരം ഉണ്ടാകുമ്പോൾ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ. ദേവിക. ശരി ശിവദാസ്.